പാവയ്ക്ക ഇഷ്ടമുള്ളവരാണെങ്കിലേ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നും കൂടി ബാക്കിയുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചില്ലെങ്കിലോ ഇല്ലേ. അപ്പോൾ ഇത് പരിപാടി ഒന്നുമില്ല. പാവയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നല്ല തിന്നാക്കി അരിയുക. അതിനകത്തേക്ക് നിറയെ പച്ചമുളകും കീറി ഇടുക, നിറയെ കറിവേപ്പില ഇടുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണയിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് വാട്ടി അത് ഇങ്ങനെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക കേട്ടോ. ചൂട് ചോറും ഈ പാവയ്ക്ക വറ്റലും കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ അമ്മോ അന്നത്തെ ഊണ് കുശാലായിരിക്കും കേട്ടോ. അതിൻ്റെ ആ ടേസ്റ്റ് ബഡ്സിന് കിട്ടുന്ന ആ സുഖമൊന്നും എനിക്ക് വേറെ മീൻകറി ഒന്നും കഴിച്ചാൽ കിട്ടാറില്ല കേട്ടോ. അത്രയും കംഫർട്ടിങ് ആണ് ആ ടേസ്റ്റ്. പിന്നെ ഇപ്പം ഞാൻ അരിഞ്ഞ് കാണിച്ച ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഉപയോഗം ഇതും കൂടി ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നേ. ഒരു ദിവസം ആളോട് ഞാൻ ബിരിയാണി ഉണ്ടാക്കും, ഇപ്പോൾ സവാള അരിഞ്ഞു തരുമോ ചോദിച്ചു. ആൾ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഈ മനുഷ്യനെ കത്തി വെച്ച് ഇത്രയും തിന്നാക്കിയത് എങ്ങനെ അരിഞ്ഞു എന്ന്. അപ്പോഴാണ് ഈ സാധനം സൈഡിൽ ഇരിക്കണം കണ്ടത്. ഞാനിതിൻ്റെ ഈ ഉപയോഗം വിട്ടിരിക്കുകയായിരുന്നടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.